ഹലോ എല്ലാവർക്കും നമസ്കാരം. കാതൂർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സിനിമാ താരവും നിലവിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമായ രമേശ് പിഷാരടിയും പ്രശസ്ത നടി ശ്വേതാ മേനോനും തമ്മിലുള്ള സ്വകാര്യ ടെലിഫോൺ സംഭാഷണം പുറത്തായതോടെ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇരുവരും നടത്തിയ ഫോൺ കോളിലെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പ്രചരിക്കുന്നത്. പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിൽ രമേശ് പിഷാരടി ശ്വേതാ മേനോനോട് നിലവിൽ എവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. താൻ കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഉണ്ടെന്ന് ശ്വേത മറുപടി നൽകുന്നു. അവിടെ എന്താണ് പരിപാടിയെന്ന് പിഷാരടി വീണ്ടും ചോദിക്കുമ്പോൾ ഇന്ന് വൈകിട്ട് എന്റെ ഹസ്ബൻഡ് വരും എന്നാണ് ശ്വേത നിഷ്കളങ്കമായി പറയുന്നത്. എന്നാൽ ഇത് കേട്ടയുടൻ രമേശ് പിഷാരടി വഷളൻ രീതിയിൽ ചിരിക്കുകയും അപ്പോൾ ഭർത്താവ് വന്നിട്ടാണോ പരിപാടിയെന്ന് വ്യക്തമായ ദ്വയാർത്ഥത്തിൽ ചോദിക്കുകയുമായിരുന്നു. താൻ ഉദ്ദേശിച്ചത് ഭർത്താവ് ബോംബെയിൽ നിന്നും എത്തുന്ന കാര്യമാണെന്ന് ശ്വേത ഫോണിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പിഷാരടി തന്റെ വഷളൻ ചിരിയും കമന്റുകളും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. താൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ വ്യക്തിയാണെന്നും ഇത്തരം വളഞ്ഞ തമാശകൾ മനസ്സിലാക്കാൻ തനിക്ക് അറിയില്ലെന്നും ശ്വേത പറയുമ്പോൾ സാരമില്ല, നമുക്ക് ശരിയാക്കാം, ഹസ്ബൻഡ് വന്നിട്ട് പോകട്ടെ എന്നാണ് പിഷാരടി മറുപടി നൽകുന്നത്. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിൽ സ്ത്രീവിരുദ്ധതയായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നതോടെ പിഷാരടിക്കെതിരെ ഇടതുപക്ഷ അനുഭാവികളും ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും കടുത്ത സൈബർ ആക്രമണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോംറൈറ്റ്സ് ഇൻ IT അടക്കമുള്ള CPM അനുകൂല പേജുകളിൽ പിഷാരടിയെ കടുത്ത സ്ത്രീവിരുദ്ധനായും വേട്ടാവളയൻ എന്നും അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾക്ക് വീണുകിട്ടിയ വലിയ ആയുധമായി ഈ വിവാദം മാറിയിരിക്കുകയാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി നേടിവന്ന ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും ചേർന്നതല്ല ഇത്തരം പെരുമാറ്റമെന്നാണ് ഇടത് പ്രൊഫൈലുകളുടെ പ്രധാന വാദം. സിനിമയിലെ കോമഡി സ്റ്റേജുകളിൽ കാണിക്കുന്ന ചരടുവലികളും വഷളൻ തമാശകളും സ്വന്തം സഹപ്രവർത്തകയോട് ഫോണിൽ കാണിക്കുന്നത് MLA പദവിക്ക് അപമാനമാണെന്നും ഇവർ ആരോപിക്കുന്നു. എന്നാൽ പിഷാരടിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടും വലിയൊരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ രംഗത്തുണ്ട്. ബൈജു സ്വാമി, റഷീദ് കാസിം തുടങ്ങിയ പ്രമുഖർ പിഷാരടിയെ അനുകൂലിച്ച് ഫേസ്ബുക്ക് കുറിപ്പുകളും പങ്കുവച്ചു. സിനിമയ്ക്കുള്ളിലും പുറത്തും അടുത്ത സുഹൃത്തുക്കളായ രണ്ടുപേർ തമ്മിൽ തികച്ചും വ്യക്തിപരമായി നടത്തുന്ന നോട്ടി ജോക്കുകളെ സദാചാര കണ്ണുകളോടെ നോക്കിക്കാണുന്ന അമ്മാവന്മാരുടെ അറിവില്ലായ്മയാണ് ഈ വിവാദത്തിന് പിന്നിലെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഈ കാലഘട്ടത്തിലും ആൺപെൺ സൗഹൃദങ്ങളെ അതിന്റെ പവിത്രതയോടെയും സ്വാതന്ത്ര്യത്തോടെയും ഉൾക്കൊള്ളാൻ കേരള സമൂഹം പഠിച്ചിട്ടില്ലെന്ന് പിഷാരടി അനുകൂലികൾ കുറ്റപ്പെടുത്തുന്നു. സ്വകാര്യ സംഭാഷണങ്ങൾ ചോർത്തി രാഷ്ട്രീയം കളിക്കുന്നത് കടുത്ത അനാചാരമാണെന്നും ഇവർ വാദിക്കുന്നു. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള തികച്ചും വ്യക്തിപരമായ സംഭാഷണമാണെന്ന വാദം നിലനിൽക്കുമ്പോഴും മറുവശത്തുള്ള ശ്വേതാ മേനോന് ആ തമാശ പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നത് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. തമാശകൾ ആസ്വദിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സുഹൃത്തിനോട് ഇത്തരം ലൈംഗിക ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയത് പിഷാരടിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ജാഗ്രത കുറവായി തന്നെ വിലയിരുത്തേണ്ടി വരും. സിനിമാക്കാരൻ എന്ന ഇമേജിനപ്പുറം ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയക്കാരനും ജനപ്രതിനിധിയുമാണ് താനെന്ന ബോധം രമേശ് പിഷാരടിക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. തന്റെ വാക്കുകൾ നാളെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന ഡാമേജ് തിരിച്ചറിഞ്ഞ് കൂടുതൽ മാന്യതയും ജാഗ്രതയും പാലിക്കാൻ ഈ സംഭവം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിവാദത്തോട് രമേശ് പിഷാരടിയോ ശ്വേതാ മേനോനോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.